ഭോപ്പാലിൽ വഴിതടഞ്ഞ മധ്യപ്രദേശ് സർക്കാരിന്റെ നടപടി ഒരു കാലത്തും ന്യായീകരിക്കാൻ കഴിയാത്തതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘപരിവാർ സംസ്കാരത്തിന്റെ പ്രതിഫലനമാണ് സംഭവം. കേരളത്തിലായിരുന്നെങ്കിൽ ഇതൊരിക്കലും സംഭവിക്കില്ലായിരുന്നു. രാജ്നാഥ് സിംഗ് തലശ്ശേരിയിലെ സന്ദർശനം നടത്തിയപ്പോൾ ആരും തടഞ്ഞിട്ടില്ല. മാപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രം തീരുന്ന പ്രശ്നമല്ലിതെന്നും മുഖ്യമന്ത്രി. ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു നടപടിയാണല്ലോ. ഇത് ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ മേലെ ഒരു പ്രതിഷേധം പെട്ടെന്ന് ഉയർന്നു വരുന്നത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഇതൊന്നുമില്ലാതെ സംഘടിപ്പിച്ചൊരു കാര്യമാണ്. ഭോപ്പാലിൽ കണ്ടത് RSSന്റെ സംസ്കാരമാണെന്നും പിണറായി പറഞ്ഞു. RSSന് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് മധ്യപ്രദേശ് സർക്കാരും പോലീസും സ്വീകരിച്ചത്. അത് RSSന്റെ ഒരു നിലയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം എന്നുള്ളത്. വലിയ സംഘർഷം നിലനിന്നിരുന്ന സമയത്താണ് കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ രാജ്നാഥ് സിംഗ് കണ്ണൂരിൽ വന്നത്. അന്ന് സംസ്ഥാന സർക്കാരും പോലീസും എല്ലാ സഹായങ്ങളും ഒരുക്കിയത് പിണറായി ഓർമ്മിപ്പിച്ചു. എന്നാൽ നമ്മൾ ഈ കേരളത്തിലെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഏറ്റവും വലിയ സംഘർഷം നിലനിൽക്കുന്ന സമയത്തായിരുന്നു കണ്ണൂരിൽ തലശ്ശേരിയിൽ രാജ്നാഥ് സിംഗ് വന്നത്. നിങ്ങൾ ചില ഗ്രാമങ്ങളെ പാർട്ടി ഗ്രാമെന്ന് മുദ്രകുത്താറുണ്ടല്ലോ, ആ പാർട്ടി ഗ്രാമത്തിലേക്കായിരുന്നു അദ്ദേഹം പോയത്. ഒരു പ്രശ്നമുണ്ടായില്ല. ഒരു സംസ്ഥാനത്തെ അപമാനിക്കുന്ന നടപടിയാണ് ഉണ്ടായതെന്നും മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. AIADMK നേതൃത്വം ശശികല ഏറ്റെടുക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നു. ജയലളിതയുടെ സഹോദരപുത്രി ദീപയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ജയലളിതയുടെ യഥാർത്ഥ പിൻഗാമി താനാണെന്ന് ദീപ. ശശികല നേതൃത്വം ഏറ്റെടുക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും ദീപ പ്രതികരിച്ചു. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജയലളിതയുടെ ഏക സഹോദരന്റെ പുത്രിയായ ദീപ ജയകുമാർ DMK നേതൃസ്ഥാനം ശശികല ഏറ്റെടുക്കുന്നതിനെതിരെ ശക്തമായി രംഗത്തെത്തിയത്. പാർട്ടി നേതൃത്വം ഏറ്റെടുക്കാനുള്ള ശശികലയുടെ തീരുമാനം ജനാധിപത്യ വിരുദ്ധമാണെന്ന് ദീപ ആരോപിച്ചു. അധികാരം പിടിച്ചെടുക്കാനുള്ള ശശികലയുടെ ശ്രമങ്ങളെ ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. പാർട്ടിയെ ആര് നയിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ ദീപ ജയലളിതയുടെ രാഷ്ട്രീയ പിൻഗാമിയാകാൻ ഒരുക്കമാണെന്നും വ്യക്തമാക്കി. ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ രാഷ്ട്രീയത്തിലിറങ്ങാൻ തയ്യാറാണെന്നും ദീപ പറഞ്ഞു. DMK ദീപയുടെ നിലപാടിനെ തള്ളിക്കളഞ്ഞെങ്കിലും പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ ഇതോടെ കൂടുതൽ സങ്കീർണമായി. 27 വർഷമായി ജയലളിത അലങ്കരിച്ചിരുന്ന പാർട്ടി ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് ശശികല വരുന്നതിനെതിരെ പാർട്ടിക്കുള്ളിലെ ഒരു പ്രബല വിഭാഗം നേതാക്കളും പ്രവർത്തകരും എതിരാണ്. കഴിഞ്ഞ ദിവസം പോയസ് ഗാർഡന് മുന്നിൽ ഇതിനെതിരെ പരസ്യ പ്രതിഷേധവും നടന്നിരുന്നു. നിലവിൽ ഒരു വിഭാഗം പ്രവർത്തകരുടെ പിന്തുണ മാത്രമേ ഇവർക്കുള്ളൂവെങ്കിലും വരും ദിവസങ്ങളിൽ DMKയിലെ അസംതൃപ്തരും ശശികലയുടെ വരവിനെ എതിർക്കുന്നവരും ദീപയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുമോ എന്നാണ് രാഷ്ട്രീയ ലോകം വരും ദിവസങ്ങളിൽ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്. KSRTCയെ സർക്കാർ കൈയൊഴിയില്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ധനമന്ത്രിയുടെ നിലപാട് നിഷേധാത്മകമല്ലെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. ശമ്പളം കൊടുക്കാനുള്ള തുക എപ്രകാരത്തിൽ കണ്ടെത്തണം, ഇപ്പോഴത്തെ കളക്ഷൻ വെച്ചുകൊണ്ട് നമുക്കിത് മുമ്പോട്ട് പോകാൻ കഴിയുമോ, അങ്ങനെ വരാത്ത സാഹചര്യത്തിൽ കളക്ഷൻ വർദ്ധിപ്പിക്കാൻ എന്തു ചെയ്യണം തുടങ്ങിയ ഒരു കർമ്മ പദ്ധതി ആവശ്യമാണ്. അതിനെക്കുറിച്ച് ഒരു നിഷേധാത്മക നിലപാടിൽ ആരും തന്നെ അതിനെ കാണേണ്ടതില്ല. കാരണം ഞാൻ രാവിലെയും കൂടെ ഈ കാര്യം അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് KSRTCയെ സർക്കാർ കൈയൊഴിയും എന്ന ഒരു തെറ്റായ സന്ദേശം ഒരു കാരണവശാലും കൊടുക്കേണ്ടതില്ല. GST കൌൺസിലിന്റെ 6ാമത്തെ യോഗം ഇന്ന് ദില്ലിയിൽ ചേരും. സേവന നികുതി പിരിക്കുന്ന കാര്യത്തിൽ തർക്കം ഉന്നയിക്കുന്ന സംസ്ഥാനങ്ങളെ അനുനയിപ്പിക്കുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം. എന്നാൽ 1.5 കോടിയിൽ താഴെ വരുമാനമുള്ളവരുടെ നികുതി പിരിക്കൽ അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന നിലപാടിൽ ഉറച്ച് കേരളം നിൽക്കുമെന്ന് തോമസ് ഐസക് പറഞ്ഞു. ധാരണയിൽ എത്തിയില്ലെങ്കിൽ GST ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വരുത്താനാകില്ല. 1.5 കോടിയിൽ താഴെ വരുമാനമുള്ളവരുടെ നികുതി പിരിക്കുന്ന കാര്യത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ധാരണയിലെത്താത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് GST ചർച്ച നടക്കുന്നത്. ഡിസംബർ 16 അവസാനിക്കുന്ന പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ മാതൃകാ GST ബിൽ പാസാക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം. എന്നാൽ 1.5 കോടിക്ക് താഴെയുള്ള വിനിമയങ്ങൾക്ക് സേവന നികുതി പിരിക്കാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്ക് വേണമെന്നാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടത്. സംസ്ഥാനങ്ങളുടെ ആവശ്യം കേന്ദ്രം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. നികുതി അധികാരത്തിൽ തീരുമാനമെടുക്കാതെ ബില്ലുകൾക്ക് കൗൺസിലിന്റെ അംഗീകാരം നൽകില്ലെന്ന് കേരളം, ബംഗാൾ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ കഴിഞ്ഞ GST ചർച്ചകളിൽ ഉറച്ച നിലപാടെടുത്തിരുന്നു. ഈ നിലപാട് കേരളം ഈ യോഗത്തിലും ആവർത്തിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. ഇന്നത്തെ GST യോഗത്തിലെ ധാരണ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഒരു സമവായത്തിനുള്ള അന്തരീക്ഷം കേന്ദ്ര സർക്കാർ തകർത്തിരിക്കുകയാണ്. GST കൗൺസിലിൽ
എടുത്തു വന്ന നിലപാടുകളൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും കേരളം തയ്യാറാവില്ല. അത്തരമൊരു നിലപാട് മറ്റ് സംസ്ഥാനങ്ങളും സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തർക്ക വിഷയങ്ങളിൽ തീരുമാനമായില്ലെങ്കിൽ അടുത്ത വർഷം ഏപ്രിൽ 1 മുതൽ GST നടപ്പാക്കാനാകില്ല. അങ്ങനെ വന്നാൽ സെപ്റ്റംബർ 1 മുതൽ GST നടപ്പാക്കാമെന്നാണ് കേന്ദ്രത്തിന്റെ ആലോചന. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. KSRTCക്ക് ഇനി വായ്പ നൽകാനാവില്ലെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. KSRTCയെ രക്ഷിക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കണമെന്നും ധനമന്ത്രി ദില്ലിയിൽ പറഞ്ഞു. KSRTC അതീവ ഗുരുതരമായൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ പ്രതിസന്ധി നേരിടുന്നതിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ മാസവും നഷ്ടം വരുന്നത് കടം മേടിക്കുക എന്നുള്ളത്. കഴിഞ്ഞ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 1400 രൂപയായിരുന്ന കടം ഇന്നിപ്പോൾ 4000 കോടി രൂപയ്ക്ക് അടുത്ത് വന്നിരിക്കുക. ഇത് ഇങ്ങനെ തുടരാൻ കഴിയില്ല. കടം മേടിക്കലൊരു പ്രതിവിധിയല്ല. തൽക്കാലം ഇപ്പോൾ നിവൃത്തിയുള്ളൂ. പക്ഷേ എത്രയും പെട്ടെന്ന് KSRTC ലാഭവും നഷ്ടവും ഇല്ലാതെ പ്രവർത്തിക്കുന്നതിന് ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കിയേ തീരും, ഒരു പാക്കേജ് തയ്യാറാക്കിയേ തീരും. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ മാനേജ്മെൻറ്റ് മുൻകൈ എടുക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയെ ഭോപ്പാലിൽ തടഞ്ഞ സംഭവം അപലപനീയമെന്ന് CPIM PB. വിവരങ്ങളുമായി M. സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇന്നലെ ഭോപ്പാലിൽ മലയാളി സംഘടനകൾ ഒരുക്കിയ പരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കാതിരുന്ന സംഘപരിവാർ നടപടിക്കെതിരെയാണ് പോളിറ്റ് ബ്യൂറോ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രമസമാധാന നില തകർന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. പ്രത്യേകിച്ചും മധ്യപ്രദേശ് സർക്കാർ പ്രവർത്തിക്കുന്നത് RSSന്റെ തിട്ടൂരമനുസരിച്ചാണ് എന്നുള്ളത് വ്യക്തമാവുകയാണ്. ഈ കാര്യത്തിലൂടെ RSS സംഘപരിവാർ പ്രവർത്തകർ പ്രതിഷേധവുമായി കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസാണ് അറിയിക്കുന്നത്. ഈ പോലീസിന് അവരെ മാറ്റാനോ ആവശ്യമായ സുരക്ഷ മുഖ്യമന്ത്രിക്ക് ഒരുക്കാനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ RSS ആണ് ഭരണം നടത്തുന്നത് എന്നുള്ളത് ഈ കാര്യത്തിലൂടെ വ്യക്തമാവുകയാണ് എന്നും CPM പോളിറ്റ് ബ്യൂറോ കുറ്റപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ക്രമസമാധാന പ്രശ്നമാണ്, ക്രമസമാധാന നില തകരാറിലാണ് എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്നും പോളിറ്റ് ബ്യൂറോ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ വിഷയം ആസൂത്രിതമായ ചില നീക്കങ്ങളുടെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലുള്ള നിലപാട് ഉണ്ടായത് എന്നുള്ള കാര്യം പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നും PB ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ ഇടതുപക്ഷ MPമാർ ഈ വിഷയം പാർലമെന്റിൽ ഉൾപ്പെടെ ഉന്നയിക്കാനും ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ശരി സന്തോഷ്. ഭോപ്പാലിൽ മുഖ്യമന്ത്രിയെ വഴിതടഞ്ഞ സംഭവം അപലപനീയമെന്ന് CPM PB. മറ്റു വാർത്തയിലേക്ക്. സഹകരണ മേഖലാ സംരക്ഷണ പ്രചാരണം ഇന്ന് കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സഹകരണ മേഖലയ്ക്കെതിരെയുള്ള വ്യാജ പ്രചാരണങ്ങൾ ജനമധ്യത്തിൽ തുറന്നു കാണിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സഹകരണ സംരക്ഷണ സമിതി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. അല്പസമയത്തിനകം എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യപ്രഭാഷണം നടത്തും. MPമാരും MLAമാരും അടക്കമുള്ള ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ സംസ്ഥാന നേതാക്കളും പങ്കെടുക്കും. കൊച്ചി മെട്രോ അവലോകന യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലാണ് യോഗം. മെട്രോ കാക്കനാട്ടേക്ക് നീട്ടുന്നത് സംബന്ധിച്ചും ഇതുവരെയുള്ള നിർമ്മാണ പുരോഗതിയും യോഗം വിലയിരുത്തും. യോഗത്തിൽ മെട്രോ പദ്ധതി നടത്തിപ്പിൽ കുടുംബശ്രീയെ പങ്കാളിയാക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവെക്കും. അഭ്രവാളിയിൽ ആസ്വാദക മനം നിറച്ച് അനന്തപുരി. ചലച്ചിത്രമേളയിൽ ഫെസ്റ്റിവൽ ഓട്ടോകൾ ഓടിത്തുടങ്ങി. 20 ഓട്ടോകളാണ് ഇത്തവണ മേളയിൽ പ്രതിനിധികൾക്ക് വേണ്ടി നിരത്തിലിറക്കിയത്. രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് സൗജന്യ ഓട്ടോകളുടെ സേവനമുണ്ടാകുക. അനന്തപുരിയിലെ രാജ്യാന്തര ചലച്ചിത്രമേളയിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഫെസ്റ്റിവൽ ഓട്ടോകൾ. എന്നാൽ കഴിഞ്ഞ കുറച്ച് മേളകളായി ഇവർ നിറസാന്നിധ്യമായിരുന്നില്ല. ഇത്തവണ അതിന് മാറ്റം വരുത്തി മേളക്കെത്തുന്ന പ്രതിനിധികൾക്ക് യാത്രയൊരുക്കാൻ ഇവർ നിരത്തിലിറങ്ങി കഴിഞ്ഞു. ഇനി ഓരോ തിയേറ്ററുകളിൽ നിന്നും അടുത്ത തിയേറ്ററുകളിലേക്ക് ഓടുന്ന പ്രതിനിധികൾക്ക് ഇവർ സഹായവുമായി എത്തും. 20 ഓട്ടോകളാണ് മേളയുടെ നിരത്തിലിറങ്ങിയത്.
ഫെസ്റ്റിവൽ ഓട്ടോകളുടെ ഫ്ളാഗ് ഓഫ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ നിർവഹിച്ചു. ചലച്ചിത്രമേളയ്ക്കെത്തുന്ന പ്രതിനിധികളെ കൊണ്ടുപോയി മേളയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലുമാണ് ഓട്ടോക്കാർ. ഫെസ്റ്റിവലിൻ്റെ ഓട്ടം ഒന്ന് നമ്മൾ കാണുന്നത് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയെ വെച്ച് നടക്കുമ്പോൾ ഇതില്ലാതെ മറ്റുള്ളവർ നടത്തുമ്പോൾ ആറ്റുകാർ ഉത്സവം മറ്റു ഉത്സവം നടത്തുന്ന മാതിരി ഇത് നമുക്കൊരു ഉത്സവം പോലെയാണ് നമ്മളത് കാണുന്നത്. കാരണം നമുക്ക് അതിലൊരു പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ നാട്ടുകാർക്ക് തന്നെ വളരെയേറെ സന്തോഷം. ടാഗോർ, കൈരളി, ശ്രീ, ന്യൂ, ധന്യ, രമ്യ, പത്മനാഭ തിയേറ്ററുകളിലാണ് സൗജന്യ ഓട്ടോകളുടെ സർവീസ് ഉണ്ടാവുക. രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് സൗജന്യ ഓട്ടോകളുടെ സേവനം. അങ്ങനെ മേളയുടെ സജീവ സാന്നിധ്യമായ ഓട്ടോറിക്ഷകൾ ഇത്തവണയും ചലച്ചിത്രമേളയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുന്ന പ്രതിനിധികൾക്ക് ഒരു കൈത്താങ്ങുമായി. ക്യാമറ പേഴ്സൺ ഷാജിലയ്ക്കൊപ്പം എസ് ഷീജ. രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഹരം പകർന്ന് നാടൻ കലാമേള. രശ്മി സതീഷിന്റെ രസാബാൻഡ് അവതരിപ്പിച്ച നാടൻ പാട്ടുകളോടെയാണ് നാടൻ കലാമേളയ്ക്ക് അരങ്ങുണർന്നത്. കേരളത്തിന്റെ പരിവർത്തനങ്ങളെ പാട്ടുകളിലൂടെ അവതരിപ്പിച്ചാണ് രശ്മി സതീഷിന്റെ രസാബാൻഡ് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഹരം പകർന്നത്. ഭൂപരിഷ്കരണം, ആഗോളവൽക്കരണം തുടങ്ങി കേരളത്തിന്റെ കാലഗതിയെ സ്വാധീനിച്ച മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നതായിരുന്നു പാട്ടുകൾ. തനത് സംഗീതോപകരണങ്ങൾ നാടൻ പാട്ടുകൾക്ക് ചടുല താളം പകർന്നപ്പോൾ കാണികൾ ആവേശത്തിലായി. വജ്രകേരളം ആഘോഷങ്ങളുടെ ഭാഗമായാണ് IFFKയുടെ പ്രധാന വേദിയായ ടാഗോർ തിയേറ്ററിൽ നാടൻ കലാമേള അരങ്ങേറുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കച്ചവട സിനിമകൾ മാത്രമാണ് ഇന്ത്യൻ ചലച്ചിത്ര ലോകത്ത് ആഘോഷിക്കപ്പെടുന്നതെന്ന് നടനും സംവിധായകനുമായ അമോൽ പലേക്കർ. കലാമൂല്യമുള്ള സിനിമ ിൽ ദുഃഖമുണ്ട്. 100 കോടി ക്ലബിൽ ഇടം പിടിക്കുന്നത് മാത്രമല്ല മികച്ച ചിത്രങ്ങളുടെ മാനദണ്ഡമെന്നും അമോൽ പലേക്കർ പറഞ്ഞു. 100 കോടി ക്ലബിൽ ഇടം പിടിക്കാനുള്ള ചേരുവകൾ മാത്രം ചേർത്ത് സിനിമയെടുക്കുന്ന സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും കാലത്താണ് അമോൽ പലേക്കറിന്റെ വിമർശനം. സാധാരണക്കാരൻ പോലും സിനിമയെ വിലയിരുത്താനുള്ള അളവുകോലായി 100 കോടി ക്ലബിനെ കാണുന്നു. ഈ പ്രവണതയിൽ ദുഃഖമുണ്ട്. കച്ചവട സിനിമകൾ മാത്രം ആഘോഷിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള പ്രേക്ഷക സമൂഹത്തിന്റെ മാറ്റമാണ് ഇതിന് കാരണം. The commercial part of our cinema has successfully managed to brainwash us to their one-line agenda of judging films only by commercial success, judging films only as a entertainment into inverted commas. We were repeatedly told, we are even today repeatedly told that the films are meant to entertain. മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച ചിത്രമായ ചെമ്മീൻ ഇന്ത്യൻ സിനിമയുടെ തന്നെ നാഴികക്കല്ലാണ്. അടൂരിന്റെ ചിത്രങ്ങൾ പോലെ കലാമൂല്യമുള്ള ചിത്രങ്ങൾ ആഘോഷിക്കപ്പെടുന്നില്ലെന്ന നിരാശയും അമോൽ പലേക്കർ പങ്കുവച്ചു. If anybody comes with any offer which is exciting, challenging, and which will give me butterflies in my stomach all over again, I would love to do that. മികച്ച കഥയും അവസരവും ഉണ്ടെങ്കിൽ മലയാള സിനിമയിലേക്കുള്ള ക്ഷണം നിരസിക്കില്ലെന്ന സൂചനയും അമോൽ പലേക്കർ വ്യക്തമാക്കി. ചിത്രകാരനായാണ് അമോൽ പലേക്കർ തന്റെ കലാജീവിതം തുടങ്ങുന്നത്. നിരവധി പെയിന്റിംഗ് എക്സിബിഷനുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നീടായിരുന്നു സിനിമയിലേക്കുള്ള അമോൽ പലേക്കറിന്റെ ചുവടുമാറ്റം. ഇപ്പോൾ 2.5 വർഷമായി ചിത്രരചനയിലേക്ക് താൻ തിരിച്ചെത്തിയെന്നും അമോൽ പലേക്കർ കൂട്ടിച്ചേർത്തു. Very few people know, but I started my creative journey as a painter. In fact, I had my first solo exhibition of paintings way back in 1967, and it was later that I went into theatre, and even later that I went into films. I have been privileged and fortunate
to be able to dabble in all these three spheres and three spaces, creative spaces. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചി മെട്രോ അവലോകന യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. മെട്രോയിൽ കുടുംബശ്രീയുടെ പങ്കാളിത്തത്തിന് ധാരണാപത്രം ഒപ്പുവെച്ചു. ഉമേഷ് ചേരുകയാണ് വിവരങ്ങളുമായി. ഉമേഷ്, എന്തൊക്കെ നിർണായക തീരുമാനങ്ങളാണ് യോഗം കൈക്കൊണ്ടത്? ഒപ്പം ഏതൊക്കെ മേഖലകളിലായിരിക്കും കുടുംബശ്രീയുടെ പങ്കാളിത്തം ഉണ്ടാകുക? കൊച്ചി മെട്രോയിൽ കുടുംബശ്രീയുടെ പങ്കാളിത്തം ഉറപ്പുവെച്ചുള്ള ധാരണാപത്രത്തിലാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലാണ് ഈ ഒപ്പുവെക്കൽ നടന്നിരിക്കുന്നത്. സേവന മേഖലയിലേക്ക് കുടുംബശ്രീ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനുശേഷം മന്ത്രി KT ജലീൽ പറഞ്ഞിരിക്കുന്നത്. അതായത് തുടക്കത്തിൽ 300 പേർക്ക് തൊഴിൽ ലഭിക്കും എന്നുള്ളതാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. പിന്നീട് ഇത് പൂർണ്ണഘട്ടത്തിൽ എത്തുന്നതോടെ 1800 സ്ത്രീകൾക്ക് യോഗ്യതയ്ക്കനുസരിച്ച് കൊച്ചി മെട്രോയിൽ ജോലി ലഭിക്കും. പ്രത്യേകിച്ചും പാർക്കിംഗ്, ക്ലീനിംഗ് തുടങ്ങിയവയാണ് കുടുംബശ്രീയെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ യോഗ്യതയ്ക്കനുസരിച്ച് സ്ത്രീകൾക്ക് തൊഴിൽ ലഭിക്കുമെന്നുള്ളതാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഭിന്നലിംഗക്കാർക്കും കൊച്ചി മെട്രോയിൽ അവസരമുണ്ട്. ഇന്ന് നടന്ന മീറ്റിംഗിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഈ ധാരണാപത്രം ഒപ്പുവെക്കലായിരുന്നു. ഇതുകൂടാതെ കൊച്ചി മെട്രോയുടെ പൊതുവായുള്ള ഒരു അവലോകന യോഗവും ഇന്ന് നടക്കുകയുണ്ടായി. ഇതുവരെയുള്ള നിർമ്മാണ പുരോഗതി യോഗം വിലയിരുത്തി. കൂടാതെ കൊച്ചി മെട്രോ കാക്കനാട് വഴി ഇൻഫോ പാർക്കിലേക്ക് നീട്ടുന്നതടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് ഇന്നത്തെ യോഗം ചർച്ച ചെയ്തു. മുഖ്യമന്ത്രി, മന്ത്രി KT ജലീൽ എന്നിവരെ കൂടാതെ DMRC ഉപദേഷ്ടാവ് E ശ്രീധരൻ, ഇതുകൂടാതെ KMRL, DMRC ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. യോഗം അവസാനിച്ചിരിക്കുന്നു. കൊച്ചി മെട്രോയിൽ കുടുംബശ്രീയുടെ പങ്കാളിത്തത്തിനായി ധാരണാപത്രം ഒപ്പുവെച്ചു. തുർക്കിയിലെ ഇസ്താംബൂളിൽ ഫുട്ബോൾ സ്റ്റേഡിയത്തിലുണ്ടായ ഭീകരാക്രമണത്തിൽ 29 പേർ കൊല്ലപ്പെട്ടു. 166-ലധികം ആളുകൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ഇസ്താംബൂളിലെ ബെസിക്ടാക് ഫുട്ബോൾ ടീമിന്റെ ഹോം ഗ്രൗണ്ടായ മൈതാനത്തിന് സമീപമാണ് ഭീകരാക്രമണം നടന്നത്. മൈതാനത്തിന്റെ സുരക്ഷയ്ക്കായി നിന്നിരുന്ന പോലീസുകാർക്ക് നേരെയാണ് ആക്രമണം നടന്നത്. കാർ ബോംബ് സ്ഫോടനവും ചാവേർ ആക്രമണവും നടന്നതായും ഇതിന് പിന്നാലെ വെടിവയ്പ് നടന്നതായും ദൃക്സാക്ഷികൾ പറയുന്നു. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. കാസർഗോഡ് CPCRIയിൽ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായുള്ള 3 നാൾ നീളുന്ന കിസാൻ മേളയ്ക്ക് ആവേശകരമായ തുടക്കം. കേന്ദ്ര കൃഷി മന്ത്രി രാധാമോഹൻ സിംഗ് മേള നാളെ ഉദ്ഘാടനം ചെയ്യും. അന്തർദേശീയ നാളികേര സെമിനാറും കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും 18 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ പങ്കെടുക്കുന്ന കിസാൻ മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റിസർച്ചിന്റെ കീഴിൽ 1916 കാസർഗോട്ട് പ്രവർത്തനം ആരംഭിച്ച കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായാണ് 18 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ പങ്കെടുക്കുന്ന കിസാൻ മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. അന്തർദേശീയ നാളികേര സെമിനാറും കാർഷിക വിളകളുടെയും ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും കിസാൻ മേളയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. കേന്ദ്ര കൃഷിമന്ത്രി രാധാമോഹൻ സിംഗ് മേള ഉദ്ഘാടനം ചെയ്തു. ഉൽപാദനം വർദ്ധിപ്പിച്ചും കാർഷിക വിളകളുടെ മൂല്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിലൂടെയും മാത്രമേ കാർഷിക മേഖലയിലെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം സാധ്യമാകുകയുള്ളൂവെന്ന് കേന്ദ്രമന്ത്രി രാധാമോഹൻ സിംഗ് പറഞ്ഞു. देखिए, समर्थन मूल्य आमदनी बढ़ाने में एक सप्लीमेंट्री असिस्टेंट, लेकिन आमदनी बढ़ाने के लिए उत्पादन बढ़ाना, लागत कम करना, वैल्यू एडिशन, अच्छा मार्केटिंग और खेती सिर्फ अनाज का नहीं, फलों की खेती, फूलों की खेती, सब्जी की खेती, मछली, डेयरी, आपके इलाके में तो सिंचाई की व्यवस्था शायद है. കർണാടകയിൽ കേന്ദ്ര സർക്കാർ സഹായിച്ചതുപോലെ അടയ്ക്കയ്ക്ക് കേരളത്തിലും താങ്ങുവില പ്രഖ്യാപിക്കണമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന P. Karunakaran MP ആവശ്യപ്പെട്ടു. That the Honorable Minister has introduced the support price to the Arakanate farmers, that is rupees 250 and 270 in Karnataka. So I request our Honorable Minister to extend this benefit to the state of Kerala. സംസ്ഥാന റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ, ഉത്തരകാനറ MP അനന്തകുമാർ ഹെഗ്ഡെ, NA നെല്ലിക്കുന്ന് MLA, ICAR ഡയറക്ടർ ജനറൽ ത്രിലോചൻ മഹാപത്ര, CPCRI ഡയറക്ടർ ഡോക്ടർ ചൌഡപ്പ തുടങ്ങിയവർ സംസാരിച്ചു. ശതാബ്ദി സോവനീറും നാളികേരം എന്ന പുസ്തകവും കേന്ദ്രമന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്തു. കിസാൻ മേള നാളെ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മതങ്ങൾക്ക് മുകളിലാണ് മനുഷ്യസ്നേഹമെന്ന മഹത്തായ സന്ദേശമാണ് സന്നിധാനത്തെ വാവരുനട ഏവർക്കും നൽകുന്നത്. 18ാം പടിക്ക് സമീപത്തെ വാവരുനടയിൽ അയ്യപ്പനോളം തന്നെ പ്രാധാന്യം നൽകിയാണ് അയ്യപ്പ ഭക്തർ ദർശനത്തിനായി എത്തുന്നത്.
മനുഷ്യരെല്ലാം ഒന്നാണെന്നും മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ യാതൊരു വേർതിരിവും പാടില്ലെന്ന സന്ദേശവുമാണ് സന്നിധാനത്തെ വാവരുനട നൽകുന്നത്. സന്നിധാനത്ത് 18-ാം പടിക്ക് സമീപമാണ് വാവരുനടയുടെ സ്ഥാനം. ഒരു വേള ശത്രുവായിരുന്ന വാവരെ അയ്യപ്പൻ യുദ്ധത്തിലൂടെ തോൽപ്പിച്ചെന്നും നല്ല പോരാളിയായിരുന്ന വാവരെ അയ്യപ്പൻ സുഹൃത്താക്കിയെന്നുമാണ് ഐതിഹ്യം. ശബരിമലയിൽ തന്റെ സമീപത്ത് ഇരിപ്പിടവും നൽകിയാണ് അയ്യപ്പൻ വാവരെ ആദരിച്ചതും. നിലവിലെ സാഹചര്യത്തിൽ അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. ഇന്ന് ലോകത്തിൽ നടക്കുന്ന എല്ലാ ദോഷവശങ്ങൾക്കും വേണ്ട ഒരു പരിഹാര മാർഗമായിട്ട് ജാതിയോ മതമോ ഭേദമോ ഇല്ലാത്ത രീതിയിൽ മനുഷ്യ സമൂഹം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും തീവ്രമായിട്ടുള്ള ചിന്താഗതികളോ തീവ്രമായിട്ടുള്ള മാറ്റുള്ള ഭാഗങ്ങളോ നാം ചിന്തിക്കാതെ നാം ഒന്നാണെന്ന് മനസ്സിലാക്കുക. അയ്യപ്പ ദർശനത്തിനെത്തുന്നവർ വാവരുസ്വാമിയെയും വണങ്ങിയാണ് സാധാരണ മലയിറങ്ങാറുള്ളൂ. പൂജിച്ച അരിയും കുരുമുളകും ഭസ്മവുമാണ് ഇവിടുത്തെ പ്രധാന പ്രസാദം. അയ്യപ്പനും വാവരും വർഷങ്ങൾക്ക് മുമ്പേ നൽകിയ സന്ദേശമാണ് മതങ്ങൾക്കപ്പുറത്ത് മനുഷ്യ സൗഹൃദം വളരണം എന്നുള്ളത്. ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ചർച്ചയാവേണ്ടതും അതുതന്നെയാണ്. സന്നിധാനത്തെ വാവരുനടയിൽ നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ.